തിങ്ങാൻ സിമാജിയാവോയുടെ അടുത്തിരുന്ന് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ. അവനാണെങ്കിൽ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ആപ്പിൾ തിന്നാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവൾ ഒരു ഫേസ് പാക്ക് ഇടാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. എന്തായാലും അത് സക്സസ് ആവുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. അങ്ങനെ അവൾ ഒരെണ്ണം അവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിന്നിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അത് ചെയ്തത്. എന്തായാലും അവൻ കുറച്ച് സമയം അത് മുഖത്തിട്ടുകൊണ്ട് അനങ്ങാതെ ഇരിക്കുന്നു. ഈ സമയത്താണ് അവൻ്റെ കയ്യിലെ മുറിവ് തൻ്റെ മാജിക് കൊണ്ട് ഉണക്കാൻ പറ്റുമോ എന്ന് അവൾ ട്രൈ ചെയ്തത്. പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവളുടെ മാസ്റ്റർ മുമ്പ് കൊടുത്തയച്ചിരുന്ന ഒരു പച്ചില അവളുടെ കൈവശമുണ്ടായിരുന്നു. അത് അവൻ്റെ മുറിവിൽ അവൾ പ്രയോഗിച്ച് നോക്കുന്നു. എന്തായാലും അതുകൊണ്ട് അവൻ്റെ മുറിവ് ഉണങ്ങിയില്ലെങ്കിലും ഒരു ബാൻഡേഡ് പോലെ ചെറുതായിട്ടെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ ചെയ്തത്. അവൻ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും അവൾ വീണ്ടും കൾട്ടിവേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്ന് അവൾ വെച്ച ആ ഇലയിലേക്കൊക്കെ നോക്കി ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ട്. അവളിങ്ങനെ കെയർ ചെയ്യുന്നത് അവന് നല്ല സന്തോഷം നൽകുന്നുണ്ട്. തിങ്ങാൻ ഈ സമയം സ്പിരിറ്റ് സെൻസ് ഉപയോഗിച്ച് അവിടെയെല്ലാം ചുറ്റി കറങ്ങുകയായിരുന്നു. അവൾക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവൻ ചെറിയൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവൾ കൾട്ടിവേഷനിൽ നിന്ന് ഉണർന്നത്. ആ സമയത്ത് അവൻ വല്ലാതെ തലവേദന എടുക്കുന്നത് പോലെ അസ്വസ്ഥനായിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് സ്നേക്ക് കുറച്ച് അപ്പുറത്തായി വന്നിരുന്ന് അവളെ വിളിച്ചത്. അങ്ങനെ അവൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു. അവൾ പോയതറിയാതെ അവൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു വെക്കേഷൻ നൽകാൻ തയ്യാറാണ് എന്ന് അവൻ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവൾ അവിടെ ഇല്ല എന്ന് അവൻ അറിയുന്നത്. എന്തായാലും അവനപ്പോൾ ദേഷ്യമൊന്നും തോന്നുന്നില്ല. റൂളിംഗ് കൊടുത്തയച്ചൊരു കത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്നേക്ക് അവളെ വിളിച്ചത്. റൂളിങ്ങിനെ കാണാൻ തന്നെ കൂട്ടാതെ പോയതിന് അവൾ പരാതി പറയുന്നുണ്ട്. പിന്നീടാണ് കത്ത് വായിച്ച് നോക്കിയത്. അവിടെ ഉള്ള ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി ഒരുമിച്ച് പോകാനായി റൂളിംഗ് അവളെ ക്ഷണിച്ചിരിക്കുകയാണ്. കാര്യം പറഞ്ഞപ്പോൾ ഞാനും കൂടി വരാൻ അവൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്നേക്ക് അന്വേഷിക്കുന്നു. പക്ഷേ തനിച്ച് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് നിരാശനാവുന്നുണ്ട്. അവനിപ്പോൾ റൂളിങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതെന്താണെന്ന് അവന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അവളുടെ കൈവശമായിരുന്ന സമയത്ത് അവൻ്റെ ഹേർട്ട് മിക്കവാറും അവളെ ഇഷ്ടപ്പെട്ട് കാണണം, അതായിരിക്കണം അവനിങ്ങനെ മനുഷ്യരൂപം കിട്ടിയതും ഇപ്പോൾ അവളോടിങ്ങനെ താല്പര്യം തോന്നുന്നതും എന്നൊക്കെ തിങ്ങാൻ പറയുന്നുണ്ട്. സ്നേക്കിന് ശരിക്കും റൂളിങ്ങിനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് എങ്ങനെയാണ് അവളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക എന്നും അവൻ അവളോട് ഉപദേശം ചോദിക്കുന്നു. പക്ഷേ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ആദ്യം അവൾക്ക് താല്പര്യമുണ്ടാക്കാൻ വേണ്ടി അവളുമായി കുറച്ചുകൂടി അടുപ്പമുണ്ടാവണമല്ലോ. അതിനുവേണ്ടി അവളെ ഒരു മാസ്റ്ററാക്കാൻ നോക്കാൻ തിങ്ങാൻ ഉപദേശിക്കുന്നു. ഇപ്പോൾ തന്നെ സിമാജിയാവോ തന്നെ മാസ്റ്റർ ആണല്ലോ, അപ്പോൾ പിന്നെ ഒരാളെ കൂടി എങ്ങനെയാണ് മാസ്റ്ററാക്കുക എന്ന് സ്നേക്ക് സംശയം ചോദിക്കുന്നുണ്ട്. അവൻ റിക്വസ്റ്റ് ചെയ്താൽ എന്തായാലും മാസ്റ്റർ സമ്മതിക്കാതിരിക്കില്ല. അവനോട് വലിയ അടുപ്പമുള്ളതായൊന്നും കാണിക്കുന്നില്ലെങ്കിലും ശരിക്കും മാസ്റ്റർക്ക് അവനെ ശരിക്കും ഇഷ്ടമാണ് എന്ന് തിങ്ങാൻ അവനോട് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവൻ അക്കാര്യം മാസ്റ്ററോട് ചോദിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുന്നു. താൻ പുറത്ത് പോവുകയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാൻ തിങ്ങാൻ അവനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിമാജിയാവോട് പറയാതെയാണ് അവൾ റൂളിങ്ങിനെ കാണാനായി പുറത്തേക്ക് പോയത്. പറഞ്ഞില്ലെങ്കിലും അവൾ പുറത്തേക്ക് ഓടി പോകുന്ന ശബ്ദം സിമാജിയാവോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേക്ക് അടുത്തെത്തിയപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലാവുന്നു. അവൾ റൂളിങ്ങിനെ കാണാൻ പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ റൂളിങ്ങിൻ്റെ കത്ത് ആരാണ് അവൾക്ക് കൊണ്ട് എത്തിച്ചത് എന്ന് സിമാജിയാവോ ചോദിക്കുന്നുണ്ട്. സ്നേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെറുതായി ദേഷ്യപ്പെട്ടിട്ട് നിന്നെ ഞാൻ ഏൽപ്പിച്ച മറ്റേ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നു. അതായത് യുവാൻ ഷെന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ അവൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ. യുവാൻ ഷെന്നിൻ്റെ ഒരേ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിൻ്റെ മകനായ യുവാൻ ഷെങ് ആണ് എന്നും സ്നേക്ക് അവനെ അറിയിക്കുന്നു. റൂളിങ്ങിനെ മാസ്റ്ററാക്കുന്ന കാര്യവും അവൻ നയത്തിൽ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ മനുഷ്യനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് സ്വന്തമായി തന്നെ തീരുമാനിക്കാവുന്നതാണ്. എന്നോട് ഇതിനൊന്നും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് അവൻ അറിയിക്കുന്നു. അവൻ്റെ സമ്മതം കിട്ടിയതോടെ സന്തോഷത്തോടെ സ്നേക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. റൂളിംഗ് തിങ്ങാനെ ആ ഭാര്യൻ്റെ അടുത്തേക്കായിരുന്നു കൂട്ടിക്കൊണ്ട് പോയത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവിടെ നല്ലൊരു സീനറി ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. തിങ്ങാനും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും സിമ വംശക്കാർ സ്പിരിറ്റ് ഫയർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നൊരു ബാരിയറാണല്ലോ അത്. തിങ്ങാൻ്റെ ശരീരത്തിന് വളരെ തണുത്ത പ്രകൃതമാണ് എന്ന് റൂളിംഗ് നേരത്തെ മനസ്സിലാക്കിയിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾ തിങ്ങാനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അതിന് കാരണം ഡീമൻ വംശത്തിലെ അംഗമായിരുന്ന അവളുടെ അമ്മയെ ശരിക്കും അവളുടെ അച്ഛൻ്റെ പാലസിലുള്ളവർ അടിമകളായി പിടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അമ്മയെ മാത്രമല്ല, ഡീമൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേരെ ഇമ്മോർട്ടൽസും ഡീമൻസും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് ശേഷം ഇതുപോലെ തടവുകാരായി പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ട പാലസ് ഹെഡായ റൂളിങ്ങിൻ്റെ അച്ഛൻ മുമ്പ് അമ്മയോട് സ്നേഹം നടിച്ച് അടുത്തുകൂടിയതായിരുന്നു. അവർ അദ്ദേഹത്തെ വിശ്വസിച്ചാണ് രഹസ്യമായി വിവാഹം കഴിച്ചതും റൂളിങ്ങും വേറൊരു മകളും അവർക്കുണ്ടായതും. ഇങ്ങനെ കുട്ടികളുണ്ടായി കഴിയുമ്പോഴെങ്കിലും തങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കുമെന്ന് അവളുടെ അമ്മ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 2 മക്കളുണ്ടായിട്ടും അവരുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവർ അപ്പോഴും അടിമകളുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അമ്മ തൻ്റെ മക്കളോട് ഉപദേശിക്കാൻ തുടങ്ങിയത്. സിമ വംശക്കാരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ സിമാജിയാവോ ആണല്ലോ. സിമാജിയാവോ കൊല്ലപ്പെട്ടാൽ ആ സ്പിരിറ്റ് ഫയർ കൊണ്ടുള്ള ബാരിയർ തനിയെ ഇല്ലാതെയാവും. അതുകൊണ്ടാണ് അവനെ കൊല്ലണമെന്ന് റൂളിംഗ് ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഡീമൻ വംശത്തിലെ തണുത്ത പ്രകൃതമുള്ള ഒരു ഫിഷുണ്ട്.
അതിന് ഈ ബാരിയറിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കഴിവുണ്ട് എന്നാണ് അമ്മ കേട്ടിട്ടുള്ളത്. ആ ഫിഷിൻ്റെ സഹായത്തോടെ റൂളിങ്ങിനൊക്കെ ഈ ബാരിയർ നശിപ്പിച്ച് ഡീമൺസിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഫിഷിൻ്റെ പുനർജന്മമാണ് തിങ്യാൻ എന്നാണ് റൂളിങ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളെയും കൊണ്ട് റൂളിങ് ഈ ബാരിയറിൻ്റെ അടുത്തേക്ക് വന്നത്. തിങ്യാന് ആ ബാരിയർ തകർക്കാൻ കഴിയും എന്നാണ് റൂളിങ്ങിൻ്റെ വിശ്വാസം. ഒരു കള്ളം പറഞ്ഞ് അവൾ തിങ്യാനെ അതിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന തിങ്യാന് ഷോക്ക് അടിച്ചതുപോലെ ഒരു അടിയേറ്റ് പിന്മാറേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അവൾക്ക് ആ ബാരിയർ തകർക്കാൻ കഴിയാത്തതെന്ന് റൂളിങ്ങിന് മനസ്സിലാവുന്നില്ല. താൻ നേരത്തെ മനസ്സിലാക്കിയത് തെറ്റിപ്പോയോ, ശരിക്കും അവൾക്ക് ആ കോൾഡ് നേച്ചർ തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവൾ ഒന്നുകൂടി തിങ്യാനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. തനിക്ക് തെറ്റിയിട്ടില്ല എന്ന് അവൾക്ക് ഇപ്പോഴും ബോധ്യമാവുന്നു. ചിലപ്പോൾ തിങ്യാന് തൻ്റെ ശരിക്കുള്ള രൂപം എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അവൾക്കിത് തകർക്കാൻ കഴിയാത്തതെന്ന് റൂളിങ് കരുതുന്നു. യുവാൻ ഷാങ് ഇപ്പോൾ 2-3 തവണ തിങ്യാനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമാജിയാവോയുടെ സ്ഥലത്തേക്ക് രഹസ്യമായി പോയിരുന്നല്ലോ. അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഷിയുടെ മകൻ ഈ വിവരം അറിഞ്ഞ് അച്ഛൻ്റെ അടുത്തെത്തി റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സിമാജിയാവോയുടെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് യുവാൻ ഷാങ്ങിനെ കൊന്നാൽ അത് സിമാജിയാവോ ചെയ്തതാണ് എന്ന് യുവാൻ ഷാങ് വിശ്വസിക്കും. അങ്ങനെ അയാൾ സിമാജിയാവോയ്ക്ക് എതിരായി തിരിയും, തങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ അവർ കണക്ക് കൂട്ടുന്നു. സിമാജിയാവോ ആണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സിമാജിയാവോ അയാളെ മീറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കാനും ഷീ മകനോട് നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ദിവസം തിങ്യാന് വീണ്ടും ഈ യുവാൻ ഷാങ്ങിൻ്റെ ഒരു സീക്രട്ട് ലെറ്റർ കിട്ടുന്നു. അവളതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിമാജിയാവോ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുന്നു. നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ നിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തും എന്നൊക്കെയായിരുന്നു അതിൽ ഭീഷണി പോലെ എഴുതിയിരുന്നത്. അവൾക്ക് തന്നെ അവളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ഒരു പിടിയുമില്ല. അവൻ ആ കത്ത് വായിച്ചു നോക്കിയിട്ട് അത് നശിപ്പിച്ചു കളയുന്നു. ഇവൻ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, ഇവനോട് എന്ത് എക്സ്പ്ലനേഷൻ നൽകും എന്നൊക്കെ തിങ്യാൻ വിചാരിക്കുന്നുണ്ട്. അവളുടെ വിചാരം ഈ കത്ത് എഴുതിയിരിക്കുന്നത് ശരിക്കുള്ള തിങ്യാൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നാണല്ലോ. എന്തായാലും സിമാജിയാവോ അവളോടൊന്നും പറയാതെ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോയി അയാളെ മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തിങ്യാൻ യുവാൻ ഷാങ്ങിനെ കാണാൻ എത്തുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ എത്ര നാളായി നിനക്ക് എന്തെല്ലാം മെസ്സേജുകൾ അയക്കുന്നു, നീ എന്താണ് എന്നെ മീറ്റ് ചെയ്യാനായി ഇതുവരെ വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പരാതി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കുറേ കാലമായി കാണാതിരുന്ന ലവറോട് പറയുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തൻ്റെ വിചാരം ശരിയായിരിക്കും എന്ന് തന്നെ അവൾ കരുതുന്നു. സിമാജിയാവോ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് എന്തായാലും തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്നൊക്കെ ചിന്തിച്ച് അവൾ അവിടെയും ഇവിടെയും തൊടാതെയാണ് മറുപടി പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു, ഇനി ഇത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ തൻ്റെ കയ്യിലുള്ള ആയുധം കാണിച്ചിട്ട് ഇതിൻ്റെ കാര്യം മറന്നു പോകരുത്, ഇത് ഉപയോഗിച്ച് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഇന്നലെ രാത്രി നിനക്ക് വേദന അനുഭവപ്പെട്ടത് മറന്നുപോയോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് തൻ്റെ ഈ വയറുവേദനയ്ക്ക് കാരണക്കാരൻ അവനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നീ കാരണമാണല്ലോ എനിക്ക് ഈ വയറുവേദനയൊക്കെ അനുഭവപ്പെട്ടത്, സിമാജിയാവോ പോലും ഇത്ര ക്രൂരത കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവൾ തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ആയുധത്തിൽ നിന്നൊരു മണിയെടുത്ത് അത് നശിപ്പിച്ച് കളയുന്നു. വേദന കൊണ്ട് അവൾ പുളയും എന്നാണ് അവൻ കരുതിയത്. പക്ഷെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സിമാജിയാവോ അവളുടെ ആ പോയിസൺ പൂർണ്ണമായും ട്രീറ്റ് ചെയ്ത് ഭേദമാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ വേദനയൊന്നും അനുഭവപ്പെടാതിരുന്നത്. ഇവിടെ നടക്കുന്നതൊക്കെ അവൻ കുറച്ച് അപ്പുറത്തായി അദൃശ്യനായി നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ യുവാൻ ഷാങ് പറഞ്ഞ സിമാജിയാവോയെ കൊല്ലാനായിട്ടാണ് ശരിക്കുള്ള തിങ്യാൻ അങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം തിങ്യാൻ അറിയുന്നു. വെറുതെ അല്ല, തന്നെ ആദ്യം കണ്ടപ്പോൾ മുതൽ സിമാജിയാവോ നിനക്കെന്നെ കൊല്ലണമെന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. സിമാജിയാവോ അവിടെ എവിടെയെങ്കിലും കാണും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ തിങ്യാൻ അവനെ സുഖിപ്പിക്കുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത്. ഗ്രാൻഡ് മാസ്റ്റർ വളരെ നല്ലവനാണ്, അദ്ദേഹത്തെ പോലെ ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും നിൻ്റെ സൈഡിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് ആയിരിക്കുകയാണ്, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുത് എന്നൊക്കെ അവൾ പറയുന്നു. എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി മാസ്റ്റർ അറിഞ്ഞാലും കുഴപ്പമില്ല, ഇനി ഇതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ യുവാൻ ഷാങ് വീണ്ടും ആയുധം ഉപയോഗിച്ച് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. പക്ഷേ സിമാജിയാവോ തൻ്റെ മാജിക് ഉപയോഗിച്ച് അത് തട്ടി അവളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. തിങ്യാൻ അല്ലെങ്കിലും അതെങ്ങനെയെങ്കിലും പിടിച്ചു മേടിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അത് അവളുടെ കയ്യിൽ തന്നെ ചെന്ന് വീണത്. സിമാജിയാവോ ആണത് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് പാളിയതോടെ യുവാൻ ഷാങ് അവളെ കൊല്ലാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴും അവൻ ഇടപെട്ട് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. യുവാൻ ഷാങ് ആണെങ്കിൽ ദൂരേക്ക് ചെന്ന് തെറിച്ച് വീണ് പരിക്ക് പറ്റുന്നു. താൻ ഒന്നും ചെയ്യാതെ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തിങ്യാൻ മനസ്സിലാവുന്നില്ല. ഇനി കൾട്ടിവേഷൻ കൂടിയതുകൊണ്ട് തൻ്റെ ശക്തി എങ്ങാനും കൂടിയതായിരിക്കുമോ എന്ന് അവൾ സംശയിക്കുന്നു. അവൾക്ക് എങ്ങനെ ഇത്രയധികം ശക്തി കിട്ടിയെന്ന് യുവാൻ ഷാങ്ങിന് മനസ്സിലാവുന്നില്ല. അവൾ തന്നെ കൊല്ലാൻ പോവുകയായിരിക്കുമെന്ന് കരുതി നീ എന്നെ കൊന്നാലും നിൻ്റെ ഐഡൻറ്റിറ്റി പുറത്താവും എന്നൊക്കെ അവൻ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഫൈറ്റ് തുടങ്ങിയത് തന്നെ നീയാണ്, എനിക്കിതിനെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നീ സിമാജിയാവോയെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണോ എൻ്റെ സൈഡിൽ നിന്ന് മാറി അവനെ സഹായിക്കുന്നതെന്ന് യുവാൻ ഷാങ് ചോദിക്കുന്നു. എനിക്കങ്ങനെ അവനോട് ഒരു ഇഷ്ടവുമില്ല, അനാവശ്യം പറയുന്നതെന്ന് പറഞ്ഞ് തിങ്യാൻ അവനോട് ചൂടായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സിമാജിയാവോ ഇതൊക്കെ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ യുവാൻ ഷാങ്ങിൻ്റെ മുന്നിലേക്ക് ചെന്ന് ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ച് അവൻ ആരാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്തോ ഒരു സ്പെൽ പ്രയോഗിച്ച് അവൻ്റെ ഓർമ്മകളിലേക്ക് കടന്ന് ആരാണ്
ഡീമൻ വംശക്കാരിൽ നിന്ന് അവനെ സഹായിക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുന്നു. അവനിങ്ങനെ ചെയ്യുന്ന സമയത്ത് യുവാൻ ഷെങ്ങിന് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിമാജിയാവോ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ യുവാൻ ഷെങ്ങിനെ സ്വതന്ത്രനാക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ബോധം നഷ്ടപ്പെട്ട് വീഴുന്നുണ്ട്. സിമാജിയാവോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. തിങ്ങാൻ തിരികെ എത്തുന്നതിന് മുമ്പ് അവൻ അകത്തെത്തി അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ അവൻ തൻ്റെ പിന്നാലെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമാവുന്നു. ഉറക്കം വന്നതുപോലെ അഭിനയിച്ച് അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അവളുടെ കൾട്ടിവേഷൻ്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് അവൾക്ക് ഉറക്കം വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ച് അവൻ അവളെ അവിടെ പിടിച്ചു നിർത്തുന്നു. അവൻ്റെ ചോദ്യം ചെയ്യലൊക്കെ കേട്ടപ്പോൾ അവൻ തന്നെ പിന്നാലെ വന്ന് എല്ലാം കേട്ട് കാണുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവളത് ചോദിച്ചപ്പോൾ അവൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി അറിഞ്ഞു കാണുമല്ലോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ഒളിക്കാൻ ആർക്കും പറ്റില്ല എന്നവൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് പറയാൻ അവൾ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് അവൾ ചോദിച്ചത്. നീ എന്നെ കൊല്ലാൻ വന്ന ഒരാളാണ് എന്ന് അവളുടെ മുഖത്തേക്ക് പിടിച്ചുകൊണ്ട് അവൻ പറയുന്നു. എന്നിട്ട് ഇതറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലണോ വേണ്ടയോ എന്നും ചോദിക്കുന്നുണ്ട്. അവൻ തന്നെ കൊല്ലില്ല എന്ന് അവൾക്കിപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവൻ തന്നെ കുടിപ്പിച്ച ബ്ലഡൊക്കെ വേസ്റ്റായി പോയില്ലേ. എന്തായാലും അത്രയും മണ്ടത്തരം അവൻ കാണിക്കില്ല എന്നൊക്കെ അവൾ വിചാരിക്കുന്നു. അവളിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ റൂട്ട് സ്പെല്ല് പ്രയോഗിച്ചിട്ട് എന്താണ് അവളുടെ മനസ്സിലെന്ന് ചോദിക്കുന്നു. അവളുടെ മുഖത്ത് പിടിച്ചപ്പോൾ അവൻ്റെ കൈ അവളുടെ ചുണ്ടിൽ തൊട്ടിരുന്നു. കുറച്ചു മുമ്പ് അവൻ അവിടുത്തെ ആ സ്പെഷ്യൽ പൂക്കൾ പറിച്ചിരുന്നു. എന്നിട്ട് ആ കൈ കഴുകാതെ എൻ്റെ ചുണ്ടിൽ പറ്റിച്ചത് കാരണം എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് അവൾ ചോദിച്ചത്. അവളുടെ മനസ്സിലിരിപ്പ് കേട്ട് അവൻ തന്നെ വല്ലാതെ ആവുന്നുണ്ട്. അവൻ സ്പെല്ലൊക്കെ മാറ്റിയിട്ട് ഞാൻ നിന്നെ കൊല്ലണോ വേണ്ടയോ എന്ന് അവളോട് വീണ്ടും ചോദിക്കുന്നു. വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും സൈഡ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മാസ്റ്ററുടെ കൂടെയല്ലേ ഉള്ളത്. പിന്നെ എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. നിൻ്റെ കൾട്ടിവേഷൻ ഇത്ര ആയിട്ട് പോലും നിനക്ക് ഒരു ലോവൽ ലെവലിലുള്ള കൾട്ടിവേറ്ററെ പോലും തിരിച്ചുപദ്രവിക്കാൻ പറ്റില്ല എന്നവൻ പറയുന്നു. അപ്പോഴാണ് നേരത്തെ യുവാൻ ഷെങ് അവിടെ നിന്ന് പറന്നു പോയത് അവൻ കാരണമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറപ്പിച്ചത് മാസ്റ്റർ ആയിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ ബോയ് ഫ്രണ്ട് എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ലല്ലോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അവൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ ഇപ്പോഴത്തെ നിൻ്റെ കൾട്ടിവേഷൻ വെച്ച് നിനക്ക് തന്നെ അവനെ അങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കൊല്ലുന്ന കാര്യത്തിൽ ഞാൻ മാസ്റ്ററുടെ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. പതുക്കെ പതുക്കെ പഠിക്കണം എന്നവൾ പറഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഞാൻ നിന്നെക്കുറിച്ച് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ആരെയും കൊല്ലാനായിട്ട് അവൻ അവളെ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ തിങ്ങാൻ ആരെയും കൊല്ലാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ വഴിയിൽ കുത്തിയിരിക്കുന്നു. നീ വരാതിരുന്നാൽ നിന്നെ ഞാൻ ആദ്യം കൊല്ലും എന്നവൻ പറഞ്ഞപ്പോൾ എന്തായാലും മാസ്റ്റർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ ചെയ്തോളാനും അവൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ അവനതിന് പറ്റില്ലല്ലോ. അങ്ങനെ അവൻ അവളുടെ പിടി വിട്ടിട്ട് തനിയെ പോകുന്നുണ്ട്. അവൻ ദേഷ്യപ്പെട്ട് പോവുകയാണെന്ന് കരുതി അവൾ എന്നിട്ട് പിന്നാലെ ഓടിച്ചു ചെന്നിട്ട് ഇത് എൻ്റെ സ്വന്തം സ്ഥലമല്ല. ഇവിടെ പലരും പലതവണ പല കാര്യങ്ങൾക്കായി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മാസ്റ്റർ മാത്രമാണ്. മാസ്റ്ററുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ സുഖിപ്പിക്കുന്നത്. എന്തായാലും അത് ശരിക്കും കേൾക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ട് നിന്നിരുന്ന് അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. അവൾ കുറച്ചുകൂടി അവനെ സോപ്പിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തൽക്കാലം ദേഷ്യമൊക്കെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അവളും പിന്നാലെ ചെല്ലുന്നുണ്ട്. യുവാൻ ഷെങ്ങിനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ബോധം വീഴുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് മാസ്റ്റർ ഷീ പറഞ്ഞയച്ച ഒരാളെത്തുന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ ഷീയുടെ ശിഷ്യനാണെന്ന് യുവാൻ ഷെങ്ങിന് മനസ്സിലാവുന്നു. തന്നെ സഹായിക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അയാൾ സഹായിക്കുന്നതിന് പകരം അവനെ കൊല്ലുന്നു. യുവാൻ ഷെങ്ങിനെ കൊല്ലുന്ന മിഷൻ സക്സസ്ഫുള്ളായി പൂർത്തിയാക്കിയ വിവരം മകൻ ഷീയുടെ അടുത്തെത്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് സിമാജിയാവോ യുവാൻ ഷെങ്ങിൻ്റെ ശരീരത്തിൽ ഒരു സ്പെൽ പ്രയോഗിച്ചിരുന്നല്ലോ. അതുകൊണ്ട് യുവാൻ ഷെന്നിന് സിമാജിയാവോയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സിമാജിയാവോ ആയിരിക്കും അവനെ കൊന്നതെന്ന് വിചാരിക്കുകയും ചെയ്യും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്.